പ്രശ്നമൊന്നുമില്ലെന്നാ തിരുമേനി പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതാ എന്റെ ടെൻഷൻ. ആ തിരുമേനി പറഞ്ഞ അത് നടക്കും. അദ്ദേഹം കണ്ട ജാതകം വെച്ചുള്ള വിവാഹം നടന്നേ പറ്റൂന്ന് ഉറപ്പ് പറഞ്ഞിരിക്കല്ലേ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? തിരുമേനി കണ്ടത് എന്റെ ജാതകക്കുറിയല്ല, സത്യയുടേതാ. അത് നിനക്ക് മാത്രല്ലേ അറിയൂ. നീ തൽക്കാലം അതിനെ കുറിച്ചൊന്നും പറയാനും പോണ്ട. സത്യ എവിടെ ഉണ്ടെങ്കിൽ ഞാനും സുധീൻ തമ്മിലുള്ള വിവാഹമായിരിക്കില്ല നടക്കുക. സുധീൻ സത്യയും തമ്മിലുള്ള വിവാഹമായിരിക്കും. കാര്യങ്ങൾ കൈവിട്ട് പോവാ, അതെനിക്ക് ഉറപ്പാ. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അവള് സുധിയുടെ വീട്ടുകാർക്കൊപ്പം വന്നതല്ലേ, നമ്മൾ എങ്ങനെ അവളെ പറഞ്ഞു വിടും? അവൾ ആരുടെ കൂടെ വന്നതായാലും ശരി, നാളെ സത്യ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്തും ചെയ്തേ പറ്റൂ. നീ എന്താന്ന് വെച്ചാ പ്ലാൻ ചെയ്യും. മിസ്റ്റർ സലിം അല്ലേ? ഞാൻ ദിവ്യയാ. എനിക്കൊന്നും പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. എന്താ സിസ്റ്റർ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ടെൻഷൻ വേണ്ട, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് നിങ്ങൾ പറയുന്നത് പോലെ സുധി ഒരു പാവോ, ഒരു തെറ്റും ഇന്ന് വരെ എന്നോട് ചെയ്തിട്ടുമില്ല. പക്ഷെ സുധിയുടെ നല്ല മനസ്സിനെ ഇല്ലാതാക്കാനായി ഒരുവൾ വന്നിട്ടുണ്ട്. നാണോ മാനോ ഇല്ലാത്തവൾ. അവൾ നാളെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുത്താൽ ഈ കല്യാണ ഓഡിറ്റോറിയം ഒരു മരണ വീടായി മാറും. നിങ്ങള് ആരുടെ കാര്യമായി പറയുന്നേ? സുധിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആൺവേഷം കെട്ടി നടക്കുന്ന ഒരുവളില്ലേ, സത്യ. അവള് നാളെ ഞങ്ങളുടെ കല്യാണ സമയത്ത് അവിടെ ഉണ്ടാവാൻ പാടില്ല. അവളെങ്ങനെ സുധിയുടെ ഫ്രണ്ടായി? അവളുടെ സ്റ്റാറ്റസ് എന്താ, സുധിയുടെ സ്റ്റാറ്റസ് എന്താ, അതെങ്കിലും നോക്കണ്ടേ? അവൾ വെറും കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവള്. വിശ്വസിക്കാൻ പറ്റാത്ത പെണ്ണ അവള്. സുധിയെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടി മാത്രം വന്നവൾ. അവളുടെ കോളനി പോയി സത്യയുടെ പേര് പറഞ്ഞാൽ മതി, പുഴുത്ത പട്ടിയെ പോലെ ആട്ടോ അവര്. സുധിയുടെ പിന്നാലെ വാലു ആട്ടി അവള് നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ കല്യാണത്തിന് വരുന്നവരെന്ത് വിചാരിക്കും? സുധിയോട് അവളുമായുള്ള എല്ലാ ബന്ധവും എന്നേക്കുമായി ഒഴിവാക്കാൻ പറയണം. ബ്രദർ, ഞാൻ നിങ്ങളെ വിശ്വസിച്ച ഇത്രയും പറഞ്ഞത്. എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം. സത്യ നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ കാണരുത്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തന്നാലേ എനിക്ക് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. നാളെ സത്യ ഇവിടെ ഉണ്ടാവില്ല. നീ എന്താ സത്യ പറയുന്നേ? എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പോവാണെന്ന്. എന്നാ പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ഇല്ലാത്ത കാര്യത്തിന് ഞങ്ങൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ വേണം. എന്റെ ചേച്ചിയുടെ കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കേണ്ടത് നിങ്ങളാ. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ ഇവിടെ വേണം, എല്ലാവരും. സത്യ, ഇങ്ങോട്ടൊന്നും പറയണ്ട. വിമലെ ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കാണ്. വിമലെ വന്നിട്ട് ഒരുപാട് നേരമായോ? അറേഞ്ച്മെന്റ്സ് എല്ലാം കൊള്ളാം കേട്ടോ. ഇരിക്കും. വാമേ.
അവിടെ ആ ദിവ്യയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ മണ്ഡപത്തിൽ കിടന്ന എന്താ അഭ്യാസം? കണ്ടാ തോന്നി ഈ കാശ് മൊത്തം മുടക്കിയത് അവരാണെന്ന്. സുധേ, അവിടെ സുധിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പൂജെ വാ, ചെന്നേക്കാം. നമസ്കാരം തിരുമേനി. വന്നോണ്ടിരിക്കുക. വരട്ടെ, സമയമാവുന്നു. അതെ, എത്തി. നന്നായിരിക്കട്ടെ. വരൂ, മുഹൂർത്തം ആറായി. വാ മോളെ, വാ. പ്രദർശനം വെച്ചോളൂ. വലതുകാലം വെച്ച് കയറും. ഇനി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കോളും. ഇരുന്നോളൂ. മുഹൂർത്തത്തിന് സമയമായി. പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയും. മോനെ, അവരെ വിളിക്കും. ശരി അച്ഛാ. സുജിതേ, വന്നേ. വാ മോളെ. നീ അങ്ങോട്ട് ചെല്ല, ഞങ്ങളിവിടെ നിന്നോളാം. എന്താളിയാ? എന്താ സത്യം ഇവിടെ? അവളെ വിളിക്കേ. എന്റെ ചെവി അടിക്കുവേ? ഇവിടെ സത്യം വിളിക്കാനല്ല, ദിവ്യ വിളിക്കാനാ പറഞ്ഞത്. എടാ, അതെനിക്ക് മനസ്സിലായി. നീ പോയി സത്യം വേഗം വിളിച്ചോണ്ടോ. എടാ, ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫോ? ആ മോനെ, എന്താടാ? ഏയ്, ഒന്നുമില്ല അച്ഛാ. ഒന്ന് മറിക്കേ അച്ഛാ, ഒരു മിനിറ്റ്. എന്തായി? അച്ഛാ, ദിവ്യ കാണുന്നില്ലെന്നോ? വൈജേട്ടാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അച്ഛനും സതീഷേട്ടനും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവളെവിടെ? ദിവ്യ, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ദിവ്യ, ദിവ്യ. വിമലേ, അവളിവിടെ ഇല്ലേ? ഇല്ല,
ഇല്ലമ്മേ. ഈശ്വര, അവളിതെവിടെ പോയി? കുറെ നേരമായിട്ട് ഞാൻ അന്വേഷിക്കുക. ഈശ്വര, നീ വിഷമിക്കാതിരിക്കെ. അവള് ചിലപ്പോ ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. മണ്ഡപത്തിലേക്ക് പെണ്ണിനെ ഇറക്കേണ്ട സമയമായി. ഞാനിനി അവളെ എവിടെ ചെന്ന് അന്വേഷിക്കും എന്റെ ദൈവമേ. നീ വിഷമിക്കാതിരിക്കെ. ദിവ്യ ഉടനെ വരും. അവളെ കാണുന്നില്ലല്ലോ അമ്മേ. എന്താ, പെണ്ണിനെ കാണാനില്ലേ? കാണാനില്ലെന്നല്ല, ഇവിടെ കണ്ടില്ല. ആഹാ, അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടേനെ. അപ്പൊ ആളിവിടെ ഇല്ല. അയ്യോ അയ്യോ അമ്മേ. അയ്യോ, അച്ഛാ, 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 ആകെ കുഴപ്പമായി. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങള്. എന്താ? കല്യാണ പെണ്ണിനെ കാണാനില്ല. അച്ഛാ, ഈ ഹാളും ക്ഷേത്രവും എല്ലാം അരിച്ചു പെറുക്കി. കല്യാണ പെണ്ണ് ഇവിടെ എങ്ങും ഇല്ല. കല്യാണ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരാണാണോടാ? നിന്നെ തേച്ചിട്ട് പോയവളുടെ കല്യാണമായിരുന്നു. അകത്തൊന്ന് പോയി നോക്കടാ. അകത്തെന്താ? പോയി നോക്കടാ. ഇതെങ്ങനെ സാധിച്ചടാ? അതാണ് ഈ രാഹുൽ. രാഹു എന്ന വാക്കിന് സർപ്പം എന്നാണ് അർത്ഥം. അതേടാ, പകവച്ച് കടിക്കുന്ന സർപ്പമാണ് ഞാൻ. ഇവൻ ജയിലിൽ ചാടിയോ? ഹലോ ദിവ്യ, ഞാനാ നിന്റെ രാഹുൽ. ഞാൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു കടക്കില്ല എന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിച്ചു കാണുമല്ലേ? ഞാനേ ഇവിടെ ഉണ്ട്. ദേ, നിന്റെ തൊട്ടടുത്ത്, നിന്റെ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തുണ്ട്. ദേ, മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുന്നുണ്ടല്ലോടി. നടക്കാത്ത കല്യാണത്തിന് എന്തിനാ ഇത്രയും വലിയ ഡെക്കറേഷൻ? നിനക്കെന്താ വേണ്ടത്? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ സംസാരിക്കണം. അതൊന്നും നടക്കില്ല. നടക്കും. നീ ഇപ്പോ എന്റെ അടുത്ത് വന്ന് സംസാരിക്കണം. ഇല്ലെങ്കിലേ ഞാനിതേ അങ്ങോട്ട് വരും. എന്നിട്ടേ എന്റെ പഴയ ഫ്രണ്ടുണ്ടല്ലോ സുധി, അവനോട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കണം. നീ വരുന്നോ അതോ ഞാൻ അവിടേക്ക് വരണോ? നീ തന്നെ പറ.
നിനക്കിപ്പോ എന്നോട് എന്താ പറയാനുള്ളത്? ദിവ്യ, അത് നേരി പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വേഗം പൊക്കോളാം. നീ എവിടെയാ ഉള്ളത്? ഞാനേ ഈ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. ഞാൻ വരാം. ദേ, പിന്നൊരു കാര്യം, ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ ബഹളമുണ്ടാക്കി കാര്യം വഷളാക്കാനോ നോക്കിയാൽ ദേ ഞാൻ അവിടേക്ക് വരും. മനസ്സിലായാലോ? ശരി, ഞാൻ വരാം. അതെ, 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. വരാന്ന് പറഞ്ഞില്ലേ? ദിവ്യ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നമ്മുടെ കല്യാണത്തെ പറ്റി തന്നെ പറയാനുള്ളത്. നാളെ രാവിലെ എന്റെ വിവാഹമാണ്. എടി, അത് നടക്കാൻ പോകുന്നില്ല. കാരണം നിന്നെ കല്യാണം കഴിക്കുന്നത് ഞാനല്ലേ, നിന്റെ രാഹുൽ. രാഹുൽ, ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം. കേക്കാം, പറ. നമ്മുടെ രണ്ടുപേരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശം. സാമ്പത്തികമായി വളരെ താഴ്ന്നിട്ടാ നമ്മള്. അങ്ങനെയുള്ള നമ്മള് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുന്ന? ഇപ്പൊ ഞാൻ സുധിയെ വിവാഹം കഴിക്കുന്നു വിചാരിക്കാം. വിചാരിച്ചു. ഞാൻ സുധിയുടെ വീട്ടിലും മരുമകളായിട്ട് ചെന്നാൽ പിന്നെ കൈ നിറയെ പണമുള്ളവളായി മാറും. നീ ആവശ്യപ്പെടുമ്പോഴെല്ലാം നിനക്ക് ഞാൻ കാശ് തരും. അങ്ങനെ നമ്മൾ രണ്ടുപേരും പണക്കാരായി മാറും. അത് വളരെ ശരിയാടി. നീ നല്ലതുപോലെ ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് നല്ല ഐഡിയ അല്ലേ? ഐഡിയ ഈസ് ഗുഡ്. നല്ല ഐഡിയ, സൂപ്പർ. പക്ഷേ പറയുന്ന ഈ ആളിനെ ഉണ്ടല്ലോ, കാലണക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ? വിശ്വസിക്കാൻ പറ്റിയ ഒരു ഇനം. രാഹുൽ, പോയി വണ്ടി കയറടി. മര്യാദക്ക് രാഹുൽ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനുണ്ട്? എടാ, കല്യാണ പെണ്ണിനെ കാണാതായ അവിടെ പ്രശ്നമാവില്ലേ? എന്തിന്? ഇന്ന് കാലത്ത് കല്യാണം നടക്കേണ്ടതല്ലേ അവിടെ? കല്യാണ പെണ്ണിനെ കാണാനില്ലെന്ന് വന്നാൽ ആകെ പ്രശ്നമാവില്ലേ? അവരെ അന്വേഷിച്ചിറങ്ങും. എടാ, ഓടിപ്പോയ പെണ്ണിനെ എന്തിനാ അന്വേഷിക്കുന്നേ? ഓടിപ്പോയ പെണ്ണോ? അതെ, കല്യാണ തലേന്ന് കാമുകനിപ്പോ ഒളിച്ചോടിപ്പോയ പെണ്ണിനെ ആരാടാ അന്വേഷിക്കാൻ പോകുന്നേ? അന്തസ്സുള്ള ആരെങ്കിലും ചെയ്യുന്ന വേലയാണോ അത്? അല്ലേടി മുത്തേ. എന്തായി വിമലേ? അവളെ കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ്. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്, ആളും തരവും നോക്കി വേണം ബന്ധം തുടങ്ങാനെന്ന്. ഇപ്പൊ എന്തായച്ചാ? ഇത്ര ആളുകളുടെ ഇടയിൽ നാണം കെട്ടപ്പോ മതിയായല്ലോ. അതെ, നിങ്ങളുടെ മോൾ എവിടെ പോയതാ? സത്യം പറയണം. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. നിങ്ങളുടെ പെണ്ണ്, അതായത് എന്റെ അളിയൻ സുധി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒളിച്ചോടി.
അവളുടെ കാമുകന്റെ കൂടെ. ആ രാഹുലിന്റെ കൂടെ ആയിരിക്കും അവൾ ഒളിച്ചോടി പോയിട്ടുണ്ടാവുക. ഇത് ഞാൻ പറയുന്നല്ല. അവള് പക്ഷേ മര്യാദക്കാരിയാണ് കേട്ടോ. കല്യാണ തലേന്ന് ഒളിച്ചോടുന്ന എല്ലാ പെണ്ണിനെയും പോലെ അവള് വിശദമായി ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഇങ്ങ് തന്നേ നോക്കട്ടെ. എടി നീ ഉറക്കെ വായിക്ക്, എല്ലാരും കേൾക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരോടായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. നീ വായിക്ക്. സ്നേഹം നിറഞ്ഞ അമ്മയും അച്ഛമ്മയും സുധിയും അറിയുവാനായി എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. അമ്മയെയും അച്ഛമ്മയും ഒക്കെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ പറയുകയായിരുന്നു. ഞാൻ എനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ പോവുകയാണ്. ദയവ് ചെയ്ത് എന്നെ ആരും അന്വേഷിച്ച് വരരുത്.